welcome back to EduPod. മക്കളെ ഇന്ന് വന്നിട്ടുള്ളത് മിസ് +1 ജോഗ്രഫിയുടെ എസ്സേ ക്വസ്റ്റ്യൻസുമായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് എസ്സേ ടോപ്പിക്സ് നമ്മുടെ ഓരോ ചാപ്റ്ററിലായിട്ടുമുണ്ട്. അത് ഓരോ ചാപ്റ്ററിനെയും പല പല ഭാഗങ്ങളിലായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വിത്ത് ആൻസേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സർ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, എസ്സേക്ക് പഠിക്കുക. ഇനിയിപ്പോൾ എസ്സേക്ക് ചോദിച്ചില്ലെങ്കിൽ എന്തായാലും ഇത് ഷോർട്ട് എസ്സേ ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കുക കേട്ടോ മക്കളെ. നമ്മുടെ എജുപോർട്ട് മെഗാ ഓഫറുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം സമയമില്ല അല്ലെ, ക്രിസ്മസ് എക്സാം ഇതാ കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കഴിയും. ഇനി വരാൻ പോകും നമ്മുടെ മോഡൽ എക്സാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജോഗ്രഫി തന്നെ എത്രത്തോളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ആ ചാപ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ പേടിയാണ്, അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോന്ന്. പഠിക്കാനുണ്ട്, പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സും എന്തല്ല, അത്ര സിമ്പിൾ അല്ല, ടഫാണ്. ഓക്കെ, അപ്പൊ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ജോഗ്രഫിയിൽ ഒരു A+ നേടാം, എങ്ങനെ ഫുൾ മാർക്ക് നേടാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാകും, മാത്രമല്ല പേടിയുള്ള ആളുകളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു ഓഫറുമായിട്ടാണ് എജുപോർട്ട് വന്നിട്ടുള്ളത്, നമ്മുടെ ബൂസ്റ്റർ ബാച്ച്. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടിയൊരു ബാച്ചും കൂടിയാണ് ഇത് പറയുന്നത്, നമ്മുടെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ 2 ലിങ്ക് കാണും അല്ലെ, അതിലൊരു ലിങ്ക് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന്റെ ലിങ്ക് ആണ്. മറ്റു ലിങ്ക് ഏതാണ്, നമ്മുടെ ഏതാണ് സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ലിങ്കിൽ കിട്ടും. ഏത് ലിങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന്റെ ലിങ്കിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. മാത്രമല്ല 1999 ആണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങളെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഈ പകുതിക്ക് ഞാൻ കയറുകയാണെങ്കിൽ എനിക്ക് ഫുൾ ചാപ്റ്റേഴ്സ് ക്ലാസ് കിട്ടുമോന്ന്. കിട്ടും, 100% നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, നിങ്ങൾ ഫുൾ ചാപ്റ്റേഴ്സിന്റെ ആക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 1st വീക്കോടെ നമ്മൾ സിലബസ് പ്രകാരമുള്ള ഓൾ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും എന്താണ്, റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസുകളാണ്. അതുപോലെ തന്നെ 3 സെറ്റ് ഓഫ് എക്സാംസുകൾ ഉണ്ടായിരിക്കും. ദെൻ വാട്സപ്പ് ക്ലിയറൻസിലെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് AI ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ടായിരിക്കും. ദെൻ നിങ്ങൾ ഓരോ കുട്ടികൾക്ക് എന്തുണ്ടാവും, പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, നമുക്കൊരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക അല്ലെ, ഫുൾ മാർക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ബൂസ്റ്റർ ബാച്ച് മറക്കണ്ട, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദെൻ മറ്റൊന്നാണ് മക്കൾ, നമ്മുടെ ഗ്രൂപ്പാണ്, നമ്മുടെ ഏതാണ് ക്രിസ്മസ് എക്സാമിന്റെ +2 സ്റ്റഡി ഗ്രൂപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പിലും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമുകളുടെ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് അറിയണ്ടേ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൈക്രോബിറ്റ് ഓരോ വിഷയങ്ങളും നമ്മുടെ ജോഗ്രഫിയുടെ ഇത്രയും ചാപ്റ്റേഴ്സുകൾ അല്ലെ, 20ഓളം വരുന്ന ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. എക്സാമിന് 18ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് വളരെ വളരെ സൂക്ഷ്മമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബിറ്റായി നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്തിനാണ്, പഠിക്കാൻ വേണ്ടിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എവിടെ കിട്ടും, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. മാത്രമല്ല നോട്ട്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല മക്കളെ, നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഈ എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതിന് പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ അല്ല, ടോപ്പിക്കാണ്. നോക്കൂ, ക്ലാസിഫൈ ദ ഡിസിപ്ലിൻ ജിയോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച് പഠിക്കാനുണ്ട്, അറിയാലോ. അപ്പൊ ഈ റീജിയണൽ അപ്രോച്ച് അല്ലെങ്കിൽ പ്രാദേശിക സമീപനത്തിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, അറിയാലോ. എന്താണ് ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച്? ഇറ്റ് ഈസ് ദ ഡീൽ വിത്ത് റീജിയൻസ് ഓഫ് ഡിഫറെന്റ് സൈസസ്. റീജിയൻ ക്യാൻ ബി ബേസ്ഡ് ഓൺ സിമ്പിൾ ഫാക്ടേഴ്സ് ലൈക്ക്
rainfall, vegetation, per capita income. Regions also could be based on multi-factors when two or more factors are associated. വിവിധ വലിപ്പത്തിലുള്ള പ്രാദേശിക വിഭാഗങ്ങളെ സംബന്ധിച്ച ഭൂമിശാസ്ത്ര വിവരങ്ങളാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക ഭൂമിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ മഴയുടെ ലഭ്യത അല്ലെ, ഇവിടത്തെ സസ്യജാലങ്ങളെ, then ആളോഹരി വരുമാനം മുതലായ ഏതെങ്കിലും ഒരു ഘടകത്തെ അടിസ്ഥാനമാക്കിയോ പരസ്പര ബന്ധപ്പെട്ട പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയോ ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രാദേശികങ്ങളെ വേർതിരിക്കുന്നുണ്ടാവുക. ഓക്കെ, then മെയിൻ ബ്രാഞ്ചസ് ആണ് റീജിയണൽ ജോഗ്രഫിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണ്. പഠിച്ചു വെക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു പോവാട്ടോ. ഫസ്റ്റ് വൺ ഈസ് റീജിയണൽ സ്റ്റഡീസ്, regional analysis, regional development, regional planning. പ്രാദേശിക പഠനങ്ങൾ, പ്രാദേശിക അപഗ്രഥനം, പ്രാദേശിക വികസനം, പ്രാദേശിക ആസൂത്രണം. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, 4 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരു ടോപ്പിക്കാണ് ഏത്, ബിഗ് ബാങ് തിയറി. അറിയാലോ, ആ തിയറി അറിയാലോ. ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ഹൈപ്പോത്തിസിസ് ഓൺ ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. നമ്മുടെ പ്രപഞ്ച രൂപീകരണത്തിന് കാരണമായി ഒരുപാട് തിയറി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും വിശ്വസനീയമായതും ഒരുപാട് ആളുകൾ വിശ്വസിച്ചതുമായ അംഗീകരിച്ച ഒരു തിയറിയാണ് ഏത്, മഹാവിസ്ഫോടന തിയറി, സിദ്ധാന്തം. അപ്പോൾ എന്താണ്, നെയിം ദ സ്കോളർ ഹൂ പോസ്റ്റഡ് ദിസ് ഹൈപ്പോത്തിസിസ്. ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച ചിന്തകൻ ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ, ആരാണ് ആ ചിന്തകൻ, എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. then write the stage involved in the development of universe. പ്രപഞ്ച വികസനത്തിലെ ആ വിവിധ ഘട്ടങ്ങൾ ആ ബിഗ് ബാങ് തിയറി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തു വെക്കണം. ഇതും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റിലൂടെ ഞാൻ കാണുന്നതായിരിക്കും. ബിയുടെ ആൻസർ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് ഇൻ ദി സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ് നമ്മുടെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട്, എന്താണ്, ആദ്യത്തെ ഘട്ടത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, നിങ്ങൾ ആലോചിക്കണം, ഒരു റൂമിനകത്തുള്ളതോ ഒരു സ്ഥലത്തിനകത്തുള്ളതോ രാജ്യത്തിനകത്തുള്ളതോ അല്ല, ഈ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യാണ്, ഒരു ചെറിയ പന്ത് പോലെ ഒരു സ്ഥലത്ത് ചെയ്തു. നമുക്ക് ഊഹിക്കാൻ പോലും വയ്യാത്ത അത്ര ചെറുതും അനന്തമായ താപവും അനന്തമായ വൈവിധ്യങ്ങളും ഉള്ളതായിരുന്നു ആ ഒരു പന്ത്. അങ്ങനെ വലിയ വിസ്ഫോടനം, ഒരു ബിഗ് ബാങ് നടന്നപ്പോൾ ആ ഒരു ചെറിയ പന്ത്, ആ ഒരു ടിനി ബോൾ എന്ത് സംഭവിച്ചു, പെട്ടെന്ന് അതിക്രമമായിട്ട് പൊട്ടിത്തെറിക്കുകയും അതിഭീമമായിട്ട് വികസിക്കുകയും ചെയ്തു. then പിന്നെ 13,007 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഫോടനം നടന്നെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അന്ന് തുടങ്ങിയ പ്രപഞ്ചത്തിന്റെ വികസനം ഇന്നും തുടർന്നുകൊണ്ട് കണ്ടിന്യൂസ്ഡ് ആയിട്ട് ആ ഒരു വികസനം ഇന്നും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബാങ് തിയറി എന്താണ്, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പാൻജിയ ആൻഡ് പന്തലാസ ആർ ദ 2 terms associated with the continental drift theory. Identify the person who put forward this theory and write a brief note on this theory. അപ്പോൾ പാൻജിയ അറിയാലോ, പന്തലാസ എന്നിവ വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് നിങ്ങൾ എന്ത് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ, ആരാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് കണ്ടെത്തി സിദ്ധാന്തത്തെ ചെറു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ആരാന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ ഞാൻ അറിയൂ കേട്ടോ, നിങ്ങൾ ആരൊക്കെ എഴുതി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് തിയറി? ദെൻ ആൽഫ്രഡ് വാഗ്നർ ആണ്. അദ്ദേഹം ഒരു ജർമ്മൻ കാലാവസ്ഥാ നിരീക്ഷകനാണ്. അദ്ദേഹം എന്ത് ചെയ്തു, വൻകരകളെ കുറിച്ച് സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. 1912 അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതനം അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻ ആൻഡ് കോണ്ടിനെന്റ്സ്. അദ്ദേഹം പറയുന്നുണ്ട്, ദ മാസ് ഓഫ് ദി വേൾഡ് ഹാഡ് ഫോംഡ് ഫ്രം വൺ സൂപ്പർ കോണ്ടിനെന്റ് കോൾഡ് പാൻജിയ. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ലോകം,
ഈ ലോകത്തുള്ള വൻകരകളൊക്കെ പാൻജിയ എന്ന പേരിൽ പണ്ടുണ്ടായിരുന്ന ഒരു വലിയ വൻകരയിൽ നിന്നും അല്ലെ രൂപം കൊണ്ടതാണ് ഇന്നത്തെ ഓരോ വൻകരകളും. ദെൻ ഏതാണ്ട് 28 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ കൽക്കരി ഉണ്ടാക്കി തുടങ്ങിയ കാർബോണിഫറസ് കാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ വലിയ വൻകര എന്തായി വന്നത്, ഓരോന്നായിട്ടും വന്നത്. ദെൻ പാൻജിയ എന്നാൽ മുഴുവൻ ഭൂമിയും എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് എന്താണ്, പന്തലാസ എന്താണ്, ഒരു വലിയ സമുദ്രം എന്നാണ് അത്. ഇത് ഈ വൻകരയെ ആവരണം ചെയ്തിരുന്ന പന്തലാസ് എന്നാൽ മുഴുവൻ വെള്ളവും എന്നാണ് അർത്ഥം. അപ്പൊ ഏതാണ്ട് 20 കോടി വർഷങ്ങൾക്ക് മുൻപ് പാൻജിയെ 2 വലിയ വൻകരകളായി മുറിയും. ഇതൊക്കെയാണ് ലൊറേഷ്യ, ഗോണ്ട്വാന ലാൻഡ്. ഓക്കെ, അപ്പൊ ഈ വൻകരകൾ തമ്മിൽ എന്തുണ്ട്, ഒരു ബന്ധം നമുക്ക് ഇവിടെ ഓരോ തെളിവുകളിലൂടെ കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ വൻകരകളിൽ നിന്നും ഒരൊറ്റ സമുദ്രത്തിൽ നിന്നുമാണ് എന്താണ് വിവിധ വൻകരകളും സമുദ്രങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ അദ്ദേഹം ഒരുപാട് തെളിവുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തെളിവുകൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഐഡന്റിഫൈ ദി meteorologists who put forward the continental drift theory and mention any 2 evidence to support it. അപ്പോൾ ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം അല്ലെ ജനങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം, എവിഡൻസ് വേണം, തെളിവുകൾ വേണം. അപ്പൊ തെളിവുകൾ എന്തൊക്കെയാണെന്നാണ് ഒന്നാണ് എന്ത്, മാച്ചിങ് ഓഫ് കോണ്ടിനെന്റ്സ്. അപ്പൊ നമ്മുടെ ആഫ്രിക്ക, ഓക്കെ, ആഫ്രിക്കയും തെക്കേ അമേരിക്കയും എന്താ പസിൽ ഗെയിം ചെയ്യൂല, ആ പസിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടും തമ്മിലൊരു നല്ല എന്ത് ചെയ്യുന്നുണ്ട്, യോജിക്കുന്നുണ്ട്. അപ്പൊ ആ രണ്ടിന്റെ അതിർത്തികൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യണത്, അപ്പൊ ഇത് രണ്ടും ഒരു വലിയ കോണ്ടിനെന്റൽ ആയിരുന്നു. പിന്നീട് അത് എന്തായിട്ടുണ്ട്, അത് പല പല വൻകരകളായിട്ട് അവിടുന്ന് ഫലകാതിർത്തികൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങി പോയതാണ്. അങ്ങനെ തെളിയിക്കുന്ന ഒരു എവിഡൻസ് പറയുന്നുണ്ട്. അതിലൊന്നാണ് റോക്ക് ഓഫ് ദി സെയിം ഏജ് അല്ലെ, സമകാലിക ശിലകൾ. ഓക്കെ, അപ്പൊ 2 സ്ഥലങ്ങളിൽ എന്തുണ്ട്, ഒരേ പ്രായഘടനയുള്ള ശിലകൾ കാണപ്പെട്ടിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് എന്താണ്, ഗോൾഡ് ഡെപ്പോസിറ്റ് ആണ്, സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ ഗാനയുടെ തീരത്തുള്ള പുഴകളിൽ എക്കൽ മണ്ണിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട്. എന്നാൽ അതിൻ്റെ സ്രോതസ്സായിരിക്കേണ്ട പാറകൾ നമുക്ക് ആ പ്രദേശത്ത് കാണപ്പെടുന്നില്ല. ദെൻ 5000 കിലോമീറ്റർ അകലെയുള്ള ബ്രസീലിലെ ബേലംസാവു കടലിൽ അടിത്തട്ടിൽ ഇതേ സ്വർണ്ണമടങ്ങിയ ചെറിയ പാളികൾ കാണാൻ പറ്റും. അപ്പൊ അതൊരു തെളിവാണ് അല്ലെ, അതൊരു മറ്റൊന്ന് ഫോസിലുകളാണ് കേട്ടോ, ഫോസിലുകളാണ്. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു ആഫ്രിക്കയിലും ഇന്ത്യയിലും മഡഗാസ്കറിലും ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതിനാൽ ഈ രാജ്യങ്ങളൊക്കെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം വേർപെട്ട് പോയത്. അപ്പോൾ ഓരോ എവിഡൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ടും എസ്സേ ആയിട്ടും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ എവിഡൻസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏത്, മെൻഷൻ ടൈപ്സ് ഓഫ് വെതറിങ്. അറിയാലോ. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് വെതർ, ഇതിന്റെ പ്രാധാന്യം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഓഫ് വെതറിങ്, ഏതൊക്കെയാണ്, കെമിക്കൽ വെതറിങ്, രാസപരമായ അപക്ഷയ പ്രവർത്തനങ്ങൾ, ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, ഭൗതികമായ അപക്ഷയ പ്രവർത്തനങ്ങൾ, ബയോളജിക്കൽ വെതറിങ്, ജൈവിക അപക്ഷയ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇത് ഓരോന്നും എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിന്റെ പ്രാധാന്യം നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിങ്. ദെൻ അപക്ഷയ സംബന്ധമായ കാരണങ്ങളാൽ ശിലകൾക്ക് ഭൗതികമായും ഉണ്ടാകുന്ന വിഘടനവും ശീതീകരണവുമാണ്. ദെൻ അപക്ഷയം മൂലം ശിലകൾ വിഘടിച്ച് ചെറു കഷണങ്ങളാവുകയും അതുവഴി മണ്ണിന്റെ റിഗോളിത്തിന്റെയും രൂപീകരണത്തിനും ശിലകളുടെ ഇറോഷനും മാസ് മൂവ്മെന്റിനും വഴിയൊരുക്കുകയും ചെയ്യുന്നു. അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണിന്റെ ആഴത്തെ ആശ്രയിച്ചാണ് വനങ്ങൾ വളരുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം മണ്ണ് ഉണ്ടോ, ആ മണ്ണിന് എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ആഴത്തിൽ ആ മരങ്ങൾ ഉയരുകയും വേരുകൾ ആഴ്ന്നു പോവുകയും ചെയ്യും. വ്യത്യസ്തങ്ങളായ നിരവധി സസ്യജാലങ്ങളും ജീവജാലങ്ങളും
വളർന്നു വികസിക്കുന്നതിന് വനങ്ങൾ വേദിയാകുന്നു. ശിലകളുടെയും അപക്ഷയം മൂലം ഘാതനങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഭൂമിയുടെ ബാഹ്യരൂപങ്ങളിൽ മാറ്റമുണ്ടായത്. മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ആർ ദ 5 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോയിൽ ഫോർമേഷൻ, എക്സ്പ്ലെയിൻ ഈച്ച് ഓഫ് ദം. ഇവിടെ എന്താണ് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏതെങ്കിലും ഒന്ന് വിശദമാക്കുക. അപ്പൊ 5 ഏതൊക്കെയാണ് അറിയാലോ? ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് പാരന്റൽ മെറ്റീരിയൽ ആണ് അല്ലെ. മൂലപദാർത്ഥം, ട്രോപ്പോഗ്രഫി ഭൂപ്രകൃതി, ക്ലൈമറ്റ് കാലാവസ്ഥ, ബയോളജിക്കൽ ആക്ടിവിറ്റി ജൈവിക പ്രവർത്തനം, ടൈം സമയം. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ട നിങ്ങളെ. ഇതുപോലെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താണ്? ഒബ്സർവ് ദ ഗിവൻ ദ ഫിഗർ ആൻഡ് ഗിവ് ആൻസർ ദി ഫോളോവിങ്. ചിത്രം നിരീക്ഷിക്കുക, ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം. ചിത്രം കണ്ടല്ലോ, എന്താണ് ക്വസ്റ്റ്യൻ? നെയിം ദ ജിയോമോർഫിക് ഏജന്റ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദസ് ഫീച്ചേഴ്സ്. ഈ സവിശേഷതകൾ സൃഷ്ടിക്കുന്ന ഭൂരൂപ രൂപീകരണ സഹായി ഏതവാ? ചിത്രം കണ്ടൊരു ഗുഹ പോലെയാണ് അല്ലെ. എന്തൊക്കെയോ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്, താഴത്തു നിന്ന് എന്തൊക്കെയോ മുകളിലോട്ട് പോയിട്ടുണ്ട്, തൂണ് പോലെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് ഏജന്റ്? അറിയാലോ, കമന്റ് ചെയ്യാട്ടോ ഏതാ ഏജന്റ് എന്നുള്ളത്. ദെൻ ക്ലാസിഫൈ ദ ലേബിൾഡ് ഫീച്ചേഴ്സ് ഓഫ് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ. ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സവിശേഷതകളെ അപരദന രൂപങ്ങൾ, നിക്ഷേപണം എന്നിങ്ങനെ തരം തിരിച്ചെഴുതുക. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ദസ് ഫീച്ചേഴ്സ്. ഈ സവിശേഷതകളുടെ രൂപീകരണ പ്രക്രിയകളെ വിവരിക്കുക. അപ്പൊ ഏതൊക്കെയാണ് ലാൻഡ് ഫോംസ് അറിയാലോ? പ്രൊഡ്യൂസ്ഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ് പ്രധാനപ്പെട്ട ഏജന്റ്. അതിൻ്റെ ഇറോഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെപ്പോഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ ഏതൊക്കെയാണോ ചോദിച്ചത് അപ്പോൾ അത് മാത്രം എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക കേട്ടോ. ദെൻ ഇവിടെ കേവ്സ് ഉണ്ട് അല്ലെ, കേവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേവ് എന്താണ്? നമുക്കറിയാം, നല്ല കട്ടിയുള്ള ചുണ്ണാമ്പ് പാറകൾ നല്ല കനത്തിലും വിശാലമായും കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഗുഹകൾ ഉണ്ടാവുക സാധാരണമാണ്. ചുണ്ണാമ്പ് പാറകളുടെ വിള്ളലുകളിലൂടെയും അതിൻ്റെ വിടവുകളിലൂടെയും വെള്ളം താഴേക്കിറങ്ങുന്നു. ദെൻ വെള്ളം ഒഴുകിയിറങ്ങുന്ന വിള്ളലുകളിലൂടെയും വിടവുകളിലൂടെയും ചുണ്ണാമ്പുകല്ല് വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും അതിൻ്റെ ഫലമായി വളരെ വിസ്തൃതമായ വിടവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം വിടവുകളെയാണ് നമ്മൾ കേവ് എന്ന് പറയുന്നത്. കേവ് ഉണ്ടാകുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കേട്ടോ. ദെൻ സ്റ്റാലക്ടൈറ്റ്സ് ആണ്. എന്താണ് സ്റ്റാലക്ടൈറ്റ്സ്? ഗുഹയുടെ തല അല്ലെ മുകൾ ഭാഗത്ത് നിന്നും താഴോട്ട് തൂങ്ങിയിരിക്കുന്നൊരു ലാൻഡ് ഫോമാണ് എന്ത്? സ്റ്റാലക്ടൈറ്റ്സ്. ഇത് വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റ് നിക്ഷേപം മൂലമാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇത് മുകളിൽ നിന്നും താഴേക്കാണ് ഇത് വളരുന്നത്. എന്നാൽ ഇത് സ്റ്റാലക്ടൈറ്റ്സ്, സ്റ്റാലഗ്മൈറ്റ്സ് ഉണ്ട് ചെയ്യാണ് കേട്ടോ. സ്റ്റാലക്ടൈറ്റ്സ് എങ്ങനെയാണ്? ഇത് സ്റ്റാലഗ്മൈറ്റ്സ്. ഓക്കെ, സ്റ്റാലഗ്മൈറ്റ്സ് എങ്ങനെയാണ് വരുന്നത്? ദെൻ തറയിൽ നിന്നും തറയിൽ നിന്നും മുകളിലോട്ടാണ് അത് വളർച്ച. സ്റ്റാലക്ടൈറ്റുകളിൽ നിന്ന് ചോരുന്ന വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റ് നിക്ഷേപം മൂലമാണ് ഇത് രൂപപ്പെടുന്നത്. സ്റ്റാലക്ടൈറ്റുകൾ ചേരുന്നത് കൊണ്ട് അല്ലെ, രണ്ടും ചേരുമ്പോൾ അതൊരു തൂണായിട്ട് ഗോളമായിട്ട് രൂപപ്പെടാം. അപ്പൊ എന്ത് ചെയ്യുക? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഐഡന്റിഫൈ ദ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, എക്സ്പ്ലെയിൻ എനി 2 ലെയേഴ്സ്. അന്തരീക്ഷ പാളികളെ തിരിച്ചറിയുക, ഏതെങ്കിലും 2 പാളികൾ വിശദീകരിക്കുക. അപ്പൊ ഇത് കമന്റ് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്? കമന്റ് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, അറിയാലോ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ട്രോപ്പോസ്ഫിയർ നോക്കാം. എന്താണ്? ട്രോപ്പോസ്ഫിയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദി atmosphere, extend from the earth's surface to about 8 to 18 kilometers. All weather phenomena such as rain, wind, cloud, storm occur here. Temperature decrease as the altitude increase. Then it contain about 75% of the atmospheric gases. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പാളിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ഇത് ഭൂമിയുടെ മേൽഭാഗത്ത് നിന്നും ഏകദേശം 8 മുതൽ 18 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മഴ, കാറ്റ്,
മേഘം, ചുഴലിക്കാറ്റ് തുടങ്ങിയ ബയോളജിക്കൽ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന എവിടെ നിന്നാണ്? ട്രോപ്പോഗ്രഫിയിൽ നിന്നാണ്. Then ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. അന്തരീക്ഷത്തിലെ മൊത്തം വാതകങ്ങളും 75% ഈ പാളിയിലാണ് സംഭവിക്കുന്നത്. Then സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇതെന്താണ്? The stratosphere lie have to troposphere and extend above 50 km. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലോട്ട് 50 കിലോമീറ്റർ ഏതാ വരുന്നേ? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ആണ്. It contain the ozone layer. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Absorb harmful UV അല്ലേ, റേഡിയേഷൻ, അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു പാളിയാണ് ഇത് പറയുന്നത് ഓസോൺ ലെയർ. ദിസ് ലെയർ ഈസ് സ്റ്റേബിൾ സോ എയർപ്ലെയിൻസ് ഓഫ്റ്റർ ഫ്ലൈ ഹിയർ. ഇവിടെ എന്താണ് ഈ പാളി? എന്താണ്? വിമാനങ്ങൾ സാധാരണയായിട്ട് ഇവിടെ പറക്കുന്ന താഴ്ന്ന ഭാഗങ്ങളിലാണ്. പക്ഷെ സ്ട്രാറ്റോസ്ഫിയറിൽ അങ്ങനെ പറക്കൽ കാണാറില്ല. താഴെ ട്രോപ്പോസ്ഫിയറിലാണ് ഉണ്ടാവാറുള്ളത്. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ബിക്കോസ് ഓസോൺ അബ്സോർബ് സൺലൈറ്റ്. സൂര്യപ്രകാശം ഓസോൺ ആഗിരണം ചെയ്ത് ഉയരം കൂടുന്തോറും ഇവിടെ താപനില ഉയരുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏത്? ട്രോപ്പിക്കൽ സൈക്ലോൺ ആൻഡ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളും അധിക ഉഷ്ണമേഖല ചുഴലിക്കാറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്താണ് ദ ഫോർമേഷൻ നോക്കുമ്പോൾ റീജൻ ട്രോപ്പിക്കൽ സൈക്ലോൺ form of over warm tropical season between 5 degree to 20 degree latitude. എന്താണ്? 5 ഡിഗ്രി മുതൽ 20 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ ചൂടുള്ള ഉഷ്ണമേഖല കടലുകളിലാണ് നമുക്ക് ഈ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ചുഴലിക്കാറ്റുകൾ കാണാൻ പറ്റുക. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എവിടെ കാണാൻ പറ്റുക? ഫ്രം ഇൻ mid latitude between 13 degree to 16 degree latitude often along the polar front. 30 ഡിഗ്രി 60 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലെ മിഡ് ലാറ്റിറ്റ്യൂഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ പോളാർ റീജിയനിലാണ് നമുക്കിത് കാണപ്പെടുക. എനർജി സോഴ്സ് നമുക്ക് നോക്കാം. ഗെറ്റ് എനർജി ഫ്രം വാം ഓഷൻ വാട്ടർ ആൻഡ് ടേൺ ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ. ഇവിടെ എന്താണ്? ചൂടുള്ള സമുദ്രജലവും ഘനീകരണ ചൂടും പ്രധാന ഊർജമാണ്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണിലോ നോക്കൂ, ചൂടുവായു മേഖലയും തണുത്ത വായു മേഖലയും തമ്മിലുള്ള ഒരു കൂട്ടിയിടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഇതിന്റെ വെതർ കണ്ടീഷൻ എങ്ങനെയാണ്? ട്രോപ്പിക്കൽ സൈക്ലോണ് അതിശക്തമായ കാറ്റുണ്ടാകും, കനത്ത മഴയുണ്ടാകും, സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണിൽ വ്യാപകമായ, വളരെ വ്യാപകമായ മഴയായിരിക്കും, മഞ്ഞ്, ഇടിമിന്നൽ, വലിയ താപനില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സൈസ് ആൻഡ് ഡ്യൂറേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ദെൻ ട്രോപ്പിക്കൽ സൈക്ലോൺ എങ്ങനെ? സ്മോളർ ഇൻ ഏരിയ ബട്ട് എക്സ്ട്രീംലി ഇൻറ്റൻസ് ലാസ്റ്റ് സെവറൽ ഡേയ്സ്. എന്താണ്? ചെറുതാണെങ്കിലും അതിവേഗവും ശക്തവുമാണ്, കുറച്ച് ദിവസങ്ങൾ അത് നിലനിൽക്കുകയുള്ളൂ. ദെൻ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ലാർജ് സിസ്റ്റം ആണ്, ബട്ട് ജനറലി ലെസ് ഇൻഫ്ലുവൻസ് ദ സെൻറ്റർ. എന്താണ്? 2000 മുതൽ 3000 കിലോമീറ്റർ വരെ വ്യാപ്തിയുള്ള വലിയ സിസ്റ്റങ്ങളാണ്. തീവ്രത എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ട്രോപ്പിക്കൽ സൈക്ലോണ്, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്, വ്യത്യസ്തരം മേഘങ്ങളെ തിരിച്ചറിയുക. അറിയാലോ, സിറസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്, സ്ട്രാറ്റസ് ക്ലൗഡ്, നിംബസ് ക്ലൗഡ്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അറിയാലോ, വെരി വെരി സിമ്പിൾ. സിറസ് ക്ലൗഡ് എന്താണ്? 6000 മുതൽ മുകളിലോട്ട് ഉയർന്ന മേഘങ്ങളാണ്. നൂൽ പോലെ അല്ലേ, ഒരു ഫെദറി ഷേപ്പാണ്. ദെൻ മോസ്റ്റ്ലി ഐസ് ക്രിസ്റ്റൽ മുതൽ സാധാരണ നല്ല കാലാവസ്ഥ, പക്ഷെ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായിരിക്കുന്ന സൂചന നൽകുന്നുണ്ട്. ദെൻ ക്യുമുലസ് ക്ലൗഡ് എങ്ങനെ അവസ്ഥ? ലാർജ് ആയിരിക്കും, വൈറ്റ് കോട്ടൺ ലൈക്ക് അല്ലേ, കോട്ടൺ പോലെയുള്ള ക്ലൗഡ്സ് ആയിരിക്കും. താഴ്ന്നതോ മധ്യ ഉയരത്തിലോ ആണ് അത് കാണപ്പെടുക. ചൂടായ വായു ഉയർന്നതിലൂടെ ഇത് രൂപപ്പെടുന്നു. സാധാരണ നല്ല കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക, പക്ഷെ ഉയരത്തിൽ പറഞ്ഞാൽ ക്യൂമുലോ നിംബസ് ആയി ഇടമിന്നലുകൾ ഉണ്ടാകാം. സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. ഇവിടെ താഴ്ന്ന ഉയരത്തിലുള്ള ചാരനിറത്തിലുള്ള മേഘപാളിയാണ്. ആകാശം മുഴുവൻ മറയ്ക്കുന്നൊരു മൂടൽ മഞ്ഞിനോട് ഇതിന് സാമ്യമുണ്ട്. സാധാരണ ലഘുമഴയോ മഞ്ഞുമഴയോ ഇത് ഉണ്ടാക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് നിംബസ് ക്ലൗഡ്സ് ആണ് അല്ലേ. ഇത് മഴയുണ്ടാക്കുന്ന കാർമേഘങ്ങളാണ്. കറുത്ത കനത്ത വ്യാപകമായ മേഘങ്ങളാണ്. ദെൻ നിംബോസ്ട്രാറ്റസ് തുടർച്ചയായ മഴകളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലൗഡ്സും വെരി 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 ഇമ്പോർട്ടൻറ്റ്.
നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റെയിൻ. അറിയാലോ, വ്യത്യസ്ത തരത്തിലുള്ള മഴകളെ വിവരിക്കുക. ഏതൊക്കെയാണ്? കോൺവെൻഷണൽ റെയിൻഫാൾ, സംവഹന വൃഷ്ടി, ഓറോഗ്രാഫിക് പർവ്വതവൃഷ്ടി, സൈക്ലോണിക് ചക്രവാത വൃഷ്ടി. ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ മെൻഷൻ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ മരുഭൂമിയുടെ ഏതെങ്കിലും വെറും രണ്ട് ഫീച്ചേഴ്സ്, സവിശേഷതകൾ പറയുക. ഇന്ത്യൻ ഡെസേർട്ട് അറിയാലോ, ഇന്ത്യൻ മരുഭൂമി, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഹാരവല്ലി പർവ്വതനിരയ്ക്ക് വടക്കു പടിഞ്ഞാറായിട്ട് അത് സ്ഥിതി ചെയ്യുന്നു. ദെൻ ബർക്കൻസ് എന്ന അതിദൈർഘ്യമായ മണൽ കൂനകൾ കൊണ്ട് പുതഞ്ഞു കിടക്കുന്നതാണ് ഇവിടം. ഇവിടെ മഴ വർഷത്തിൽ 150 മില്ലിമീറ്ററിൽ കുറവാണ്. വരണ്ടതും വിരസവുമായ കാലാവസ്ഥയാണ് കാണപ്പെടുക. ദെൻ പച്ചപ്പ് തീരെ ഇല്ലെന്ന് പറയാവുന്ന തരിശു ഭൂമിയാണ് ഇവിടെ. ദെൻ ഇതിനെ മരുസ്ഥലി എന്നും പറയാറുണ്ട്. മരുഭൂമിയുടെ അടിത്തട്ടിൽ കാണുന്ന പാളിയുടെ പാറഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ്. തീവ്രമായ കാലാവസ്ഥ ഉപരിതലത്തിൽ ഭൗതിക രാസ വ്യതിയാനങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. മരുഭൂമിയിലെ പ്രധാന സവിശേഷതകൾ പാറക്കൂണുകളും മണൽ കുന്നുകളും മരുപച്ചകളുമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ദെൻ നമ്മൾ ഡെസേർട്ടിന് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് എന്താണ്? സിന്ധ് ഭാഗം അല്ലെ. നോർത്ത് പാർട്ട് ദ സ്ലോപ്സ് ടുവേർഡ് ദി സിന്ധ്. സിന്ധു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന വടക്കൻ ഭാഗവും ദ സദേൺ പാർട്ട് സ്ലോപ്പിംഗ് ടുവേർഡ് ദി റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് ഭാഗത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്ന തെക്കൻ ഭാഗവും. ദെൻ ഇതൊക്കെ എന്ത് ചെയ്യുക നോക്കുക. ദെൻ തെക്കൻ ഭാഗത്തു കൂടി ഒഴുകുന്ന ലൂണി നദിയാണ് പ്രധാനപ്പെട്ട നദി ലൂണിയാണ്. പക്ഷെ മുഴുവനായിട്ട് ഒഴുകുന്നില്ല, ഇടയ്ക്ക് അപ്രത്യക്ഷമായി പോവാറുണ്ട്. മറ്റു നദികൾക്ക് പ്രാധാന്യം ഒന്നുമില്ല. മരുപ്രദേശത്തെ ബാഷ്പീകരണം വളരെ കൂടുതലായതിനാൽ അവിടെ വെള്ളം കുറവായിരിക്കും. ചില അരുവികൾ കുറച്ചു ദൂരം മാത്രം അത് ഒഴുകി അപ്രത്യക്ഷമാകാറുണ്ട്. ഏതാനും തടാകങ്ങളും മരുസ്ഥലികളും അവിടെ കാണാൻ പറ്റും. ദെൻ പരന്നതും ഉണങ്ങി വരണ്ടതുമായ പ്രദേശമാണ് മരുസ്ഥലികൾ. ഇവിടെ വെള്ളം അതിവേഗത്തിൽ ബാഷ്പീകരിച്ചു പോകുന്നതിനാൽ തടാകങ്ങളിലും മരുസ്ഥലി ഉപ്പ് വെള്ളമാണ് കൂടുതലായിട്ടും കാണപ്പെടുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, പഠിച്ചു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് ദ റീട്രേറ്റിംഗ് മൺസൂൺ സീസൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും പിൻവാങ്ങുന്ന മൺസൂൺ കാലവും എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ? ദെൻ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ഒരു കാലാവസ്ഥയാണ്. കാറ്റുകൾ തെക്കു പടിഞ്ഞാറിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലോട്ടാണ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നു. കൃഷിക്കും ജലസ്രോതസ്സുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥയാണ്. ദെൻ മറ്റൊന്നാണ് ഏത്? റീട്രേറ്റിംഗ് മൺസൂൺ സീസൺ ആണ്. ഒക്ടോബർ മുതൽ നവംബർ വരെ നീളുന്ന കാലാവസ്ഥയാണ്. കാറ്റുകൾ വടക്ക് കിഴക്കിൽ നിന്നും എങ്ങോട്ടാ വരുന്നത്? തെക്കു പടിഞ്ഞാറ് ദിശയിലോട്ട് പിൻവാങ്ങി വീശുന്നു. ഇവിടെ എന്താവും, മഴ കുറവായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് തമിഴ്നാട് പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ എന്നാൽ സാധാരണയാണ് ഈ ഒരു കാറ്റിൽ. നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളുടെയും ഇലവീഴുന്ന വനങ്ങളുടെയും സവിശേഷതകൾ എഴുതുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? നോക്കാം. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ വർഷം മുഴുവൻ 200 സെന്റിമീറ്ററിലധികം മഴയും ഉയർന്ന താപനിലയും ഈർപ്പവും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഈ മരങ്ങൾ ഒരേ സമയത്ത് ഇലകൾ വീഴുത്തില്ലാത്തതിനാൽ വർഷങ്ങൾ മുഴുവൻ പച്ചപ്പായിട്ട് നിലനിൽക്കും. സസ്യാവരണം അത്യന്തം സാന്ദ്രതയും പല തട്ടുകളുമായിട്ടുള്ളതുമാണ്. പ്രധാന മരങ്ങൾ എബണി, മഹാഗണി, റോസ്വുഡ്, റബ്ബർ എന്നിവയാണ്. ദെൻ
ഇവിടെ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ, കിഴക്കൻ ഹിമാലയം എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് ടൈപ്പ് കാണപ്പെടുക. മറ്റൊന്നാണ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. ഉഷ്ണമേഖല ഇല വീഴുന്ന വനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ്. ഇവ 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വരണ്ട കാലത്ത് ഈ വനങ്ങളിലെ മരങ്ങൾ ജലം സംരക്ഷിക്കാൻ ഇലകൾ വീഴുന്നു. എന്നാൽ ഇവ ആർദ്രത ഇല വീഴുന്ന വനങ്ങളും വരണ്ട ഇല വീഴുന്ന വനങ്ങളായി വിഭജിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ നോട്ട് ലഭിക്കാൻ നമ്മുടെ +1 സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ നോട്ട്സും കിട്ടും. മാത്രമല്ല നമ്മുടെ ജോഗ്രഫിയുടെ മൈക്രോബിറ്റ് ലിങ്കും അതുപോലെ തന്നെ ഓൾ ലൈവ് ലിങ്കും ഡെയിലി സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.